എൻ്റെ പേര് സിസ്റ്റർ മെറിൻ കളപ്പുരയ്ക്കൽ SD, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി രൂപതയിൽ ചെമ്പേരി ഇടവകയിലാണ് എൻ്റെ വീട്. ഞങ്ങൾ 10 മക്കളാണ്. ഫാദറും മദറും ഉണ്ട്. ഞങ്ങൾ കൊച്ചിലെ മുതൽ ഗ്രാൻഡ് ഫാദറും മദറും ഇളയത്തങ്ങളെല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് നമസ്കാരം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കൊച്ചിലെ തന്നെ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മച്ചി അടുക്കളയിൽ കൊണ്ടിരുത്തി അമ്മച്ചി സംസ്കാരം എല്ലാം പ്രാർത്ഥനയെല്ലാം പഠിപ്പിച്ച് തരും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോഴേ തന്നെ പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ എല്ലാ പ്രാർത്ഥനകളും 33 നമസ്കാരമാണ് പഠിക്കേണ്ടത്. അത് മുഴുവൻ അറിയാമായിരുന്നു. പിന്നെ അക്ഷരങ്ങളെല്ലാം എൻ്റെ ആദ്യത്തെ കളരി അധ്യാപക എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി അക്ഷരം എഴുതി തരും. അങ്ങനെ എല്ലാം പഠിച്ചിട്ടാണ് 1ാം ക്ലാസ്സിൽ പോകുന്നത്. 1ാം ക്ലാസ്സിൽ നിന്ന് 2ലേക്ക് കയറിയപ്പോഴേക്കും ഞാൻ അതികുർബാന സ്വീകരിച്ചു. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ എല്ലാം പഠിച്ചതുകൊണ്ട് എന്നെ അവരുടെ കൂടെ അതികുർബാന സ്വീകരിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ ഈ പള്ളി പോകുമ്പോഴാണേലും പ്രാർത്ഥിക്കുമ്പോഴാണേലും ഒക്കെ എപ്പോഴും ഈ വളരെ ചിട്ടയോടെയും നിഷ്ഠയോടെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ അതികുർബാന സ്വീകരിക്കുമ്പോൾ തന്നെ ഞാൻ നമസ്കാരം എല്ലാം പഠിച്ചായിരുന്നു. മുഴുവൻ ജപമാലയും പഠിച്ചിരുന്നു. അന്ന് ചാച്ചൻ അതികുർബാന ആയിക്കൊണ്ട് അന്ന് എന്നോട് പറഞ്ഞു, മുഴുവൻ ജപമാല ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു തുടക്കം. അപ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് ജപമാലയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞാനാണെന്ന് പ്രാർത്ഥന തുടങ്ങി. അന്ന് മുതൽ ഞാൻ കുരിശുവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അന്നേ മുതൽ ജപമാല നന്നായിട്ട് അറിയാമായിരുന്നു. എല്ലാ രഹസ്യങ്ങളും കാണാതെ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ആരും മിണ്ടാതിരിക്കരുത്, എല്ലാവരും നല്ല ഒച്ചത്തിൽ ജപമാല ചൊല്ലണം. അത് ഈ നമ്മുടെ വീട്ടിൽ മുഴങ്ങുന്ന പോലെ ചെല്ലണം, എന്നാലേ പിശാചൊക്കെ ഓടി ഒളിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറക്കെ എല്ലാവരും പ്രാർത്ഥന ചൊല്ലുള്ളായിരുന്നു. നമ്മൾ വെളിയിൽ നിന്ന് ചെല്ലുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്തൊക്കെ എല്ലാവർക്കും കേൾക്കാം. അങ്ങനെ ഒച്ചത്തിലാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. 2ാം ക്ലാസ് മുതൽ ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ പഠനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വരയ്ക്കുമ്പം പഠനത്തിന് ഞാൻ പുറകോട്ട് പോകുന്നുള്ള ഇതുകൊണ്ട് ചാച്ചന് എന്നെ തടസ്സപ്പെടുത്തുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു. എങ്കിലും ഞാൻ ഒളിച്ചിരുന്ന് വരയ്ക്കും. വരച്ചതിന് ശേഷമേ പഠിക്കുകയുള്ളൂ. പക്ഷേ പഠനത്തിൽ പുറകോട്ടൊന്നും അന്നൊന്നും പോയിട്ടില്ല. ഒരു 8ാം ക്ലാസ്സിന് ശേഷം ഞാൻ പുറകോട്ട് പോയി പഠനത്തിൽ. അപ്പോൾ എന്നെ പിന്നെ ഒട്ടും വരയ്ക്കാനായിട്ട് എന്നെ സമ്മതിക്കുകയില്ലായിരുന്നു. എങ്കിലും ഞാൻ ഒളിച്ചിരുന്ന് വരയ്ക്കുകയും നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. എൻ്റെ ഇപ്പോൾ ബുക്കൊക്കെ കാണുമ്പോൾ എൻ്റെ ബയോളജി സാറൊക്കെ പറയും, ഇയാൾ ഭാവിയിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ് പഠിക്കാനായിട്ട് 10ാം ക്ലാസ്സിന് ശേഷം +2-ന് ശേഷം ഡ്രോയിങ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് ഡ്രോയിങ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പോകണമെന്ന് പറയുമ്പം ചാച്ചനതിന് വിടാൻ താല്പര്യമില്ല. കാരണം ഞാൻ സയൻസൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം എന്നെ ഒരു സയൻറ്റിസ്റ്റൊക്കെ ആക്കണമെന്നൊക്കെ ചാച്ചൻ ചിന്തിച്ചിരുന്നേ. അപ്പം ഞാൻ ഇതിലേക്ക് പോകുന്നത് ചാച്ചന് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ചാച്ചൻ വിടില്ലെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയും പകലും എല്ലാം കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഏതായാലും അതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. ചാച്ചൻ എന്നെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി വിട്ടു. പരീക്ഷയിൽ ഞാൻ ഫസ്റ്റായിട്ട് പാസ്സായി. പിന്നെ ഇൻ്റർവ്യൂ ടെസ്റ്റിന് ഫസ്റ്റ് കിട്ടി. അപ്പം അങ്ങനെ ഡ്രോയിങ് സ്കൂളിൽ തലശ്ശേരി കേരള സ്കൂൾ ഓഫ് ആർട്സിൽ ഞാൻ പഠിച്ചു. 2 ഇയർ കോഴ്സാണ്. KGCE ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് പഠിച്ച് പാസ്സായി. അവിടെ വെച്ച് സ്കോളർഷിപ്പ് പരീക്ഷയിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അവിടെ എനിക്ക് സ്കൂളിൽ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ചാച്ചൻ പറഞ്ഞു അവന് വിടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരിക്കെ വിവാഹാലോചന വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്ന ഒരു സിസ്റ്റർ ആകണമെന്നായിരുന്നു. അപ്പോൾ കാരണം പ്രത്യേകിച്ച് മദ്യപാനികളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനൊരു സിസ്റ്റർ ആയാലേ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. ആരോടും പറഞ്ഞില്ല. പക്ഷേ ഞാനിങ്ങനെ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും അന്വേഷിക്കും. സ്കൂളിൽ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ എൻ്റെ വിഷയമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ എൻ്റെ സീനിയർ ഒരു സ്റ്റുഡൻറ്റ് SD കോൺവെൻറ്റിലെ അദിലാബാദിലെ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പോയി. അപ്പോൾ അവളത് 1 വർഷത്തേക്ക് എഴുതി കൊടുത്തിട്ട് പോയിട്ട് വന്നതാണ്. അപ്പം അവളുമായിട്ട് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഇനി നിൻ്റെ പ്ലാൻ എന്നാണ്? അപ്പോൾ അവളോട് ആദ്യമായിട്ട് പറഞ്ഞു, ഞാൻ സിസ്റ്ററാകാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ ജോലി ചെയ്തിട്ട് ആണ് ഞാൻ സിസ്റ്ററാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നല്ലൊരു സഭയുണ്ട് SD കോൺവെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് സിസ്റ്ററിന് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചു. അത് ഇവളെ എഴുതി, എനിക്ക് വിളിയുള്ള നല്ലൊരു കൊച്ചിനെ നിങ്ങൾക്ക് തരാം, ഇങ്ങനെ ഡ്രോയിങ് പാസ്സായ കുറിച്ചാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് അവൾ ലെറ്റർ എഴുതി. അങ്ങനെ ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫാദറിൻ്റെ കയ്യിലാണ് ആദ്യം കിട്ടിയത്. ഫാദർ അത് ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് എന്നോട് ധിക്കരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പിന്നെ എതിർപ്പായിരുന്നു. എഴുത്ത് എനിക്ക് തന്നു, പക്ഷേ എന്നെ വിടില്ലെന്ന് തോന്നി. എന്തായാലും ഞാൻ അതിനും ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാവും പകലും
പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മയോട് പറയും, അമ്മയുടെ മകന് മണവാട്ടിയായിട്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ വേണമെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എന്നെ നേടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാണേലും ചാച്ചൻ പോരാ സമയമായപ്പോഴത്തേക്കും ചാച്ചൻ വില്ലിങ്ങായി. എന്നെ കൊണ്ടുവന്ന് സെൻറ്റ് ജോസഫ് പ്രൊവിൻസിലെ ചങ്ങനാശ്ശേരി ഇലെ മഠത്തിൽ കൊണ്ടുവന്ന് വിട്ടു. ഇഷ്ടമൊന്നുമില്ലായിരുന്നെങ്കിലും കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ ഞാൻ SD കോൺവെൻറ്റിലെ സിസ്റ്ററായി. 1993 സിസ്റ്ററായി. ഞാൻ സിസ്റ്ററായതിനു ശേഷം സ്കൂളിലെ ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ പോസ്റ്റ് ഇല്ലെന്നായി പോയായിരുന്നു. അപ്പോൾ അധികാരികൾ എന്നോട് വിളിച്ച് പറഞ്ഞു, മോളെ എങ്ങനെയാണ് ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ പോസ്റ്റ് ഇപ്പോൾ സ്കൂളുകളിലില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ഞാൻ ഒരു അധ്യാപികയാകണമെന്നൊന്നും ചിന്തിച്ചില്ല. കാരണം സിസ്റ്ററായി അനേകർക്ക് സേവനം ചെയ്യണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ മഠത്തിൽ വന്നത്. അപ്പം അതുകൊണ്ട് ഞാനതിൽ ഇതൊന്നും തോന്നിയില്ല. അതെല്ലാം കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം സ്കൂളിൽ പോസ്റ്റ് വന്നു. അപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ സ്കൂളിൽ ചേർന്നു. 21 വർഷം സ്കൂളിൽ അധ്യാപികയായിട്ട് ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. വളരെ സന്തോഷമായിട്ട് ചരിത്രത്തോടെ ഞാൻ പെൻഷനായി. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു ഇവിടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിലെ SD കോൺവെൻറ്റ് മേവടയിലുള്ള മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇപ്പോൾ ഞാനിവിടെ ഉള്ളത്. ഇവിടെ ആയിരുന്നുകൊണ്ട് ഇവിടെയുള്ള പിള്ളേരെ ഞാൻ ഡ്രോയിങ് ചെയ്യിക്കാറുണ്ട്. പിന്നെ അല്ലാത്ത ആർട്ട് ഐറ്റംസ് ചെയ്യിക്കാറുണ്ട്. ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യിക്കും. പിന്നെ അല്ലാത്ത കളികളൊക്കെ കളിപ്പിക്കും. അങ്ങനെ നല്ല എൻജോയബിളായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ജീവിച്ചു പോകുന്നു. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഹൈസ്കൂളിലായിരുന്നു എൻ്റെ പോസ്റ്റ്. ഹൈസ്കൂളിൽ പിന്നെ PG വേണമെന്ന് നിർബന്ധം വന്നു. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ PG എഴുതിയെടുക്കണമെന്നുള്ള നിയമം വന്നുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പ്രൈവറ്റായിട്ട് ചേർന്നു. അപ്പോൾ ഡിഗ്രി പ്രൈവറ്റായിട്ട് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോഷ്യോളജിയാണ് ആദ്യം ഞാൻ എടുത്തത്. സോഷ്യോളജി എടുത്തത് എനിക്കത് ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ ഞാൻ അത് മലയാളമാണെങ്കിൽ എനിക്ക് വേഗം മലയാളം സ്കൂളിൽ 2 പോസ്റ്റുണ്ട് ഒരു സ്കൂളിൽ. അപ്പോൾ അതിനകത്ത് എങ്ങനെയും കയറി പിടിച്ചാൽ എൻ്റെ ഡിവിഷൻ പോളിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അപ്പോൾ ഞാൻ മലയാളം മെയിൻ സിലബസ് ആയിട്ട് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ മലയാളത്തിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. മലയാളത്തിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാം പരീക്ഷയൊക്കെ ആയി. പരീക്ഷയുടെ സമയമായപ്പോഴത്തേക്കും തലേ ദിവസം ഹോൾ ടിക്കറ്റ് കിട്ടും. ഹോൾ ടിക്കറ്റ് കിട്ടാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് ഹോൾ ടിക്കറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അവർ പറഞ്ഞു വേഗം യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ കറണ്ടില്ല. അപ്പോൾ അവിടുത്തെ SO സാറ് പറഞ്ഞു, പ്രൈവറ്റ് സ്റ്റഡിയുടെ SO സാറ് പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ അന്നേരം മുതൽ കൊന്തയെല്ലാം തുടങ്ങി. കൊന്തയിൽ പ്രാർത്ഥിച്ച് മടത്തി വന്നു. പിറ്റേ ദിവസം ലീവ് എടുത്ത് വേഗം യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം മുട്ടിപ്പായിട്ട് അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് SO സാറിനെ കണ്ടു. സാറ് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ എൻ്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടില്ല. അപ്പോൾ എന്തോ പേപ്പർ പൂരിപ്പിച്ചപ്പം അതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടിയില്ല. ഞാൻ പുസ്തകത്തിൻ്റെ പേരാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് എൻ്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമമായി. ഞാൻ അമ്മയെ മുട്ടിപ്പായിട്ട് പിടിച്ചു. അമ്മയെ ഈശോയും സപിതാവും എല്ലാം ആയിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടണം, അമ്മ മകനോട് പറയണമെന്നെല്ലാം ഞാൻ പറഞ്ഞ് ഈ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു. അന്നേരം SO സാറ് പറഞ്ഞു എന്താണേലും വേണ്ടില്ല, ഞാൻ സിസ്റ്ററിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കി എടുക്കണം. നമ്മൾ സാറ് വേഗം അതിന് വിശ്രമിച്ച് വേഗം എല്ലാം ശരിയാക്കി. എന്നിട്ട് ഒരു 4 മണിയോടെ എനിക്ക് എല്ലാം ശരിയാക്കി തന്നു. സിസ്റ്റർ പൊക്കോളെന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം ചെന്ന് CMS ചെല്ലാൻ പറഞ്ഞു. CMS ആണ് എൻ്റെ സെൻറ്റർ. അവിടെ ചെന്നപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഹോൾ ടിക്കറ്റുമായിട്ട് പരീക്ഷയ്ക്ക് പോയി. പരിശുദ്ധ അമ്മയാണ് ഈ സമയങ്ങളിലെല്ലാം എന്നെ സഹായിച്ച്. ജപമാലയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഞാൻ പരീക്ഷ ഹാളിൽ ചെന്നിരുന്നു. ഈ ബാക്കി എല്ലാ കുട്ടികൾക്കും, ഞാനൊരു മലയാള സ്റ്റുഡൻറ്റേ ഉള്ളൂ. എല്ലാ കുട്ടികൾക്കും പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. എനിക്ക് മാത്രം ക്വസ്റ്റ്യൻ പേപ്പറില്ല. ഒത്തിരിയേറെ വിഷമമായി. അവിടെ ഇരുന്ന് കൊന്തയൊന്നും നമുക്ക് കയ്യിലെടുക്കാൻ പാടില്ലല്ലോ പരീക്ഷ ഹാളിൽ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ എണ്ണി കൊന്ത നമസ്കാരം ചൊല്ലിക്കൊണ്ടിരുന്നു. അരമണിക്കൂറിന് ശേഷം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അങ്ങനെ വേഗം പരീക്ഷ എഴുതാൻ പറ്റി. അപ്പോൾ അങ്ങനെ എല്ലാ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാതാവാണ്, പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് എന്നെ ഇതിലേക്ക് അതിനെല്ലാം അതിജീവിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും എന്നെ ശക്തി തന്നതും എന്നെ ഇവിടം വരെ എത്തിച്ചതും ഒക്കെ. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി
ഇതിൽ എനിക്ക് എത്രമാത്രം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയും കൊന്ത ചെല്ലാനുള്ള ഒരു ഭയങ്കര തീക്ഷ്ണതയും ദാഹവുമാണ് എനിക്ക് എപ്പോഴും. കിടക്കുമ്പോഴെല്ലാം കൊന്ത ചൊല്ലിക്കൊണ്ടേ കിടക്കുന്നത്, നടക്കുന്ന വഴിക്കുമല്ല. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും വണ്ടി നിർത്തി കയറ്റാൻ തോന്നുമ്പോൾ ഞാൻ പറയും താങ്ക് യു, ഞാനിപ്പോൾ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇവിടുന്ന് അവിടെ വരെ ഒരു കൊന്തയല്ല, ഇങ്ങോട്ട് വരുമ്പോഴൊരു കൊന്തയല്ല, അതുകൊണ്ട് ഞാൻ വണ്ടിയെ കയറാത്തെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതചര്യ അങ്ങനെ പോകുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ ജപമാലയാണ് എന്നെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു ജീവശക്തി തന്നെയെന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് സഹായം ചോദിക്കും. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി ഈ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ പെട്ടെന്ന് സാധിച്ചു കിട്ടിയിട്ട് എല്ലാവരും എന്നോട് പറയും സിസ്റ്ററെ പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്, ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാറുണ്ട്. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, സാധിച്ചു കിട്ടാറുമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മൾ വളരെ ത്യാഗത്തോടെയും ആഗ്രഹത്തോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എല്ലാം മകനിൽ നിന്ന് മേടിച്ച് നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത് എൻ്റെ ജീവിതത്തിലുടനീളം. പിന്നെ സ്കൂളിലായിരുന്നപ്പോഴാണ് പഠിപ്പിച്ചിട്ടാണെങ്കിലും പിള്ളേരെ കൊണ്ട് മത്സരത്തിന് കയറ്റി വിടുമ്പം ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് അതിൻ്റെ തന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരെ മത്സരത്തിന് കയറ്റി വിടും. എന്നിട്ട് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും. ജപമാല ചൊല്ലി കഴിയുമ്പം റിസൾട്ട് വരുമ്പം നമ്മുടെ പിള്ളേർക്കെല്ലാം തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറയും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയും. അമ്മ ഈശോയോട് പറഞ്ഞ് എല്ലാം മേടിച്ച് തന്ന പിള്ളേരോടും പറയും, ജാതി മതമൊന്നും നോക്കിയില്ല, ഞാൻ അവരോട് പറയും പരിശുദ്ധമ്മയോട് ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ നിങ്ങൾക്ക് തരാതിരിക്കുകയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇവിടെ കെട്ടിവിട്ടാലും ദൈവം അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചു തരുന്നതായിട്ട് ഉള്ള അനുഭവം എനിക്ക് ഏറെയുണ്ട്. ഞങ്ങൾ 10 മക്കളിൽ 8ാമത്തെ ആൾ എൻ്റെ അനുജത്തി നേഴ്സായിരുന്നു ജിദ്ദയിൽ. അവളുടെ കല്യാണത്തിന് ശേഷം 2 വർഷത്തോളം അവൾക്ക് കുട്ടികളില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആകും, പക്ഷേ അബോർഷനായി പോവുമായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കുടുംബം മുഴുവനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾ തലകറങ്ങി വീഴുമായിരുന്നു ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവധിക്ക് വീട്ടിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും കുടുംബം ഒന്നടങ്കം ജപമാല ചൊല്ലി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. ഇവൾ അവധിക്ക് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, വേഗം ഒരു ധ്യാന സെൻ്ററിൽ പോയി ധ്യാനിച്ചു, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ യൂട്രസിൽ 2-3 ട്യൂമറായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ ബോധം കെട്ട് വീണുകൊണ്ടിരുന്നതിൻ്റെ കാര്യം. അപ്പം ഏതായാലും അവൾ പറഞ്ഞു, ചേച്ചി ഞാനങ്ങനെ ഇപ്പം ആശുപത്രി പോയിട്ട് ശേഷം ഞങ്ങൾ ധ്യാന സെൻ്ററിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ധ്യാനിക്കാൻ പോയില്ല, ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പം ഞങ്ങളെന്നും കണ്ടിന്യൂസായിട്ട് ജപമാല ചൊല്ലി തൊണ്ടരെ കുടുംബം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പം അവൾ പോകുന്നെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളിങ്ങനെ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആശുപത്രി പോയി കഴിഞ്ഞപ്പോഴത്തേനും പറയുകയാണ് ഇവളുടെ വയറ്റിൽ യൂട്രസിൽ ട്യൂമറേ ഇല്ല. അങ്ങനെ അത്ഭുതകരമായിട്ട് ഈ പരിശുദ്ധ അമ്മ ജപമാല വഴി പരിശുദ്ധ അമ്മ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ട്യൂമറെല്ലാം എടുത്തു മാറ്റി. അപ്പം മല മാറുന്നത് പോലത്തെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അത് കേട്ടപ്പോഴേക്കും ഉണ്ടായത്. ഞങ്ങൾ എന്തുമാത്രം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞെന്ന് അറിയത്തില്ല. അതുപോലെ ഒരു അനുഭവമായിരുന്നു. അതിന് ശേഷമാണ് അവൾ പ്രഗ്നൻ്റ് ആയത്. 2 വർഷത്തിന് ശേഷം ആ പ്രഗ്നൻ്റായ കൊച്ചിനാണ് 7ാം മാസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അനക്കമില്ലാതായി. അപ്പം ഡോക്ടറെ അടുത്ത് അവൾ പറയുകയാണ് എൻ്റെ കൊച്ചിനിപ്പോൾ അനക്കമില്ലെന്ന്. അപ്പോൾ വേഗം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ വേഗം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷന് തീരുമാനമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാവരോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അത് നമുക്ക് ഭയങ്കര ഹൈ റിസ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് പരീക്ഷ കഴിഞ്ഞ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് ചോറുണ്ണാനായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവം അറിയുന്നത്, ഫോൺ കോൾ വന്നത്. അപ്പോൾ വേഗം ആ ചോറുണ്ണാതെ ഓടിപ്പോയി പള്ളിയിൽ പോയി കൈ വിരിച്ച് പിടിച്ച് 1:30 മുതൽ 4 മണി വരെ ജപമാല ചൊല്ലി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ഞങ്ങളുടെ ആ ഭവനത്തിൽ വൃത്തമന്ദിരമായിരുന്നു. അവിടുത്തെ അപ്പാപ്പന്മാരോടും അമ്മമാരോടും പറഞ്ഞിരുന്നു. അവരും പ്രാർത്ഥിച്ചു, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു 4 മണിയായപ്പോഴേക്കും ഫോൺ കോൾ വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു, വിജയിച്ചു. കുഞ്ഞിന് 1 കിലോ തൂക്കമുണ്ട്, ആൺകുട്ടിയാണ്. അങ്ങനെ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ പാടെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയാണ് ഈ
ഓപ്പറേഷൻ ഇത്രയും വിജയകരമായതും കുഞ്ഞിന് ജീവൻ കിട്ടിയതും എന്ന് പറഞ്ഞു. അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞു. ഏറെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മല മാറുന്നത് പോലെ ഉള്ള അനുഭവവും നമുക്ക് ഒരിക്കലും കിട്ടാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഗ്രഹവും ദൈവം നൽകിയതുപോലെയുള്ള അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഇപ്പോൾ അതിൻ്റെ ഇളയൊരു കുഞ്ഞും ഉണ്ടായി അവൾക്ക്. അതിന് ശേഷം ആ കുഞ്ഞിന് ഇതുപോലെ തന്നെ 7-ാം മാസമായപ്പം ഇതുപോലെ അനക്കമില്ലെന്നായി. പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അപ്പോഴും ഞങ്ങളിങ്ങനെ ഇവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാലയാണ് ഏക ശരണം ഞങ്ങൾക്ക്. അമ്മയോട് പറയും, അമ്മ ഈശോയുമായിട്ട് അവിടെ കടന്നു ചെല്ലണം, ഈ ഓപ്പറേഷൻ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെയും ഇതുപോലെ ജപമാലയുടെ ഫലമായിട്ട് ജീവനോടെ കിട്ടി. അവളെ 2 പ്രാവശ്യം ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വന്നു. കിട്ടില്ലെന്നൊക്കെ ഓർത്തുവെങ്കിലും ആ കുഞ്ഞിനെയും ഒരു കുഴപ്പമില്ല കിട്ടി. ഇപ്പോൾ അവൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു ജപമാല ഭക്തിയിൽ വളർന്നു വന്ന ഒരു കുടുംബമാണ്. ജപമാലയിലാണ് ഞങ്ങളുടെ ശരണം, ഏക ശരണം. ഞങ്ങളിലെ 10ാമത്തെ ആൾ 8-ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോഴേക്കും അവൾക്ക് കൂടെ പനി വരുമായിരുന്നു. പിന്നെ നടുവേദനയും ചെസ്റ്റ് പെയിനും നടക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെട്ടു. അപ്പം പല ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ കൊണ്ടുപോയി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് മുമ്പായിട്ട് 2 മാസം മുമ്പായിട്ട് ആങ്ങള 2ാമത്തെ ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോക്കാണെന്നാണ് എല്ലാവരും ഓർത്തിരുന്നത്. പക്ഷേ അതല്ലായിരുന്നു. പക്ഷേ പല ട്രീറ്റ്മെൻറ്റുകളും നടത്തി ഒത്തിരി മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ടുപോയി. പക്ഷേ എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടർന്നേണ്ടായിരുന്നു. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കും, ഇടയ്ക്ക് ക്ലാസ്സിൽ പോകും, ബാക്കി സമയങ്ങളിലെല്ലാം ട്രീറ്റ്മെൻറ്റിലായിരിക്കും, മെഡിക്കൽ കോളേജിലൊക്കെ ആയിരിക്കും. അങ്ങനെയായി മസിലൊക്കെ എടുത്ത് ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനിക്കാൻ കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങൂർ ധ്യാനിക്കാൻ കൊണ്ടുപോയി. എന്നിട്ടും ഇവിടത്തൊന്നും സൗഖ്യമൊന്നും കിട്ടുന്നില്ല. ഒത്തിരിയേറെ എല്ലാവരും ക്ലേശത്തിലായി. ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടിയാണ്. പക്ഷേ പഠിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റുന്നില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തുടർച്ചയായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ ഓരോരുത്തരും മാറി മാറി ധ്യാനത്തിനൊക്കെ പോകും. ഇവളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഒരെണ്ണത്തിനേ കൊണ്ടുപോയുള്ളൂ. അങ്ങനെയൊക്കെ അത്രയായിട്ടും കുറയുന്നില്ല. പിന്നെ അവസാനം 10ാം ക്ലാസ്സിലേക്ക് കൊച്ച് കയറി. 10ാം ക്ലാസ്സിലായിരിക്കുമ്പോഴും അവൾ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ സമയമൊക്കെ ആയപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ പഠിക്കാനൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ തന്നെ പരീക്ഷ 1 വർഷം കഴിഞ്ഞ് ആ 1 വർഷം പരീക്ഷ എഴുതാൻ പറ്റിയില്ല. തന്നെ പരീക്ഷ എഴുതി പാസ്സായി, നല്ല മാർക്കിൽ പാസ്സായി. അതിനുശേഷം +1ലേക്ക് കയറി. അപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ബോൺമാരൊക്കെ ചെയ്തു. ക്യാൻസറാണോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. ഏറെ മരുന്നുകളും കഴിച്ച് കുടുംബം മുഴുവൻ വിഷമിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ ഇളയ കൊച്ചാകുമ്പോൾ അവളോടൊരു എല്ലാവരുടെയും പെറ്റാണല്ലോ. അപ്പം ഭയങ്കര വിഷമിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒത്തിരി കുടുംബത്തോ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ ഇങ്ങനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയായിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 11ാം ക്ലാസ്സിലായി അവൾ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പ്രിൻസിപ്പാളിനോടും HMനോടും എല്ലാവരോടും പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നത്. അപ്പോൾ 12 ദിവസമായാലേ നമുക്ക് സ്കൂളിൽ നിന്ന് റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർ നമ്മളോടൊന്നും അനുവാദമില്ലാതെ നമ്മളോട് പറയാതെ അവർ കുട്ടിയെ റിജക്റ്റ് ചെയ്തത് അറിഞ്ഞപാടെ ഈ കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒന്ന് എത്രയും വേഗം വരണം, എൻ്റെ കാര്യത്തിനൊരു തീരുമാനം എടുക്കാൻ ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ, ചേച്ചിക്കല്ല സ്കൂളിൻ്റെ നിയമങ്ങൾ അറിയാമെന്നേ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കലോത്സവം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ചാർജല്ല എനിക്കാണ്. ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ടീച്ചേഴ്സും പറയുന്നുണ്ട്, സിസ്റ്റർ പോക്കോ, ആ കൊച്ചിൻ്റെ ഭാവി കളയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. അപ്പോൾ എന്നിട്ട് എനിക്കും ഭയങ്കര വിഷമം, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടന്നു. എന്നിട്ട് ഈ കുട്ടിയെ പിന്നെ അവസാനം വിക്ടോറിയ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കൊച്ചിൻ്റെ അസുഖം കണ്ടുപിടിച്ചു. ഈ നമ്മുടെ തോളിൽ അത് വളരുമായിരുന്നു. അതിൻ്റെ കംപ്രഷൻ മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഒരു മേജർ സർജറി നടക്കണം, എന്നാലേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പം 2 കൈയും മേജർ സർജറി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. 2 സർജറി. അത് ഇവൾക്ക് പിള്ളേർ വീക്കാണ്, ഭക്ഷണമൊന്നും അത് കഴിക്കുന്നില്ല. പിന്നെ അവൾക്ക് ബ്ലഡിൻ്റെ കൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ആയിരുമ്പം എങ്ങനെ നടത്തുമെന്നുള്ളത് എന്നാണേലും വേണ്ടിയില്ല. എല്ലാവരും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവളെ സ്കൂളിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു, എന്താണേലും വേണ്ടിയില്ല, നിങ്ങൾ മുറുകെ പ്രാർത്ഥിച്ചു, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ ഓപ്പറേഷൻ അവിടെ വെച്ച് നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാം ഓപ്പറേഷൻ വിജയിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ്
2 മാസം കഴിഞ്ഞ് അവളുടെ കൈ പഴുത്തു. ഞങ്ങൾ എല്ലാവരും ശരീരം പഴുക്കുന്നവരാണ്, എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ മുറിയോ ഒക്കെ ചെയ്താൽ പഴുക്കും. അവളുടെ ശരീരം 2 മാസം ഭയങ്കരമായിട്ട് പഴുത്തു കൈ. മറ്റേ കൈ ഇനി ചെയ്യുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. എനിക്ക് കൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആൾക്ക് ഒരു കൈ ഇല്ലെങ്കിൽ പിന്നെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവളുടെ നേരെ മൂത്ത ആങ്ങള നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ പഠിക്കുമായിരുന്നു. അവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വിധത്തിലൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചൊക്കെ വന്ന് അവനാണ് എടുത്തുകൊണ്ടേ വേണം എന്നാത്തിനും കൊണ്ടുപോകാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അവളെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത്ര മിടുക്കി കുട്ടിയുടെ ഭാവി കളയാൻ പറ്റിയാലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് അവളെ ബാക്കി +1 പരീക്ഷ എഴുതിച്ചു. അവിടെ നിന്നോട് തന്നെ +2 പരീക്ഷയും അവളെ കൊണ്ട് എഴുതിപ്പിച്ചു. എന്നിട്ട് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻ ആകാനായിട്ട് പഠിക്കാം. അങ്ങനെ അവളുടെ മനസ്സിൻ്റെ വിൽ പവർ കൊണ്ട് മാത്രം അവൾ ആ മെഡിക്കൽ കോളേജിൽ കടന്നുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കുകയും ഇടയ്ക്ക് ക്ലാസ്സിൽ പോകും, പരീക്ഷ എഴുതും. അങ്ങനെ അവൾ +1 +2 പാസ്സായി. ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിനും ചേർന്നു. അങ്ങനെ ആ മെഡിക്കൽ കോളേജ് കിടന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റും ഇത് രണ്ടുമായിട്ട് അവൾ പഠിച്ചു, വിജയിച്ചു. 18 ലക്ഷം രൂപയോളം മുടക്കി എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഫലവും എല്ലാം ആയിട്ട് ഒരു കൈ ഏതായാലും ഓപ്പറേഷൻ ചെയ്തു, മറ്റേ കൈ ചെയ്തില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ മിടുക്കിയായതുകൊണ്ട് അവളെ പരീക്ഷ കഴിഞ്ഞപാടെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ അവളെ ജോലി കയറ്റി. അങ്ങനെ ഈ പരിശുദ്ധ അമ്മയാണ് ഇതിനെല്ലാം മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇടതടവില്ലാതെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കുടുംബം മൊത്തം ഞങ്ങൾ 10 പേരും കെട്ടി വന്നവരും കെട്ടിച്ചു വിട്ടവരുടെ ഭർത്താക്കന്മാരും എല്ലാവരും ഒന്നടങ്കം ഇങ്ങനെ ജപമാലയിൽ ശരണം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ അനിയത്തി സുഖപ്പെട്ടു. അവളെ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടായി. മൂത്ത കൊച്ച് ഡെലിവറി ആകുമ്പോഴത്തേക്കും ഇവൾക്ക് പെട്ടെന്ന് ഡെലിവറി ആകുന്നില്ല, ഭയങ്കരമായ കഠിനമായ വേദന. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നാൽ സിസേറിയൻ ചെയ്യാൻ നോക്കിയിട്ട് ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നതുകൊണ്ട് സിസേറിയൻ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആകെ പ്രശ്നം. അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, ജപമാല കയ്യിൽ നിന്ന് വെക്കാതെ രാത്രിയും പകലും ഒരുപോലെ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഡെലിവറി ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് ബ്ലീഡിങ് ആയി, ഭയങ്കരം ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ 7 ബോട്ടിൽ കയറ്റിയിട്ടും ആൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, അതുപോലെ ബ്ലീഡിങ് ആണ്. കൊച്ചിനാണേലും പ്രശ്നം. അങ്ങനെ കുറേയേറെ വിഷമിച്ചു. രാവും പകലും 3 രാവും പകലും ഞങ്ങൾ കണ്ടിന്യൂസായിട്ട് സ്വന്തം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചൊല്ലി അവസാനം അവളെ രക്ഷപ്പെട്ടു, കൊച്ചും രക്ഷപ്പെട്ടു. അങ്ങനെ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെട്ടു. ജപമാലയുടെ ഒരൊറ്റ ശരണമാണ് അതങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ കൊച്ചുണ്ടായി. 2ാമത്തെ കൊച്ചിൻ്റെ ആണേലും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കോവിഡ് ആണെങ്കിൽ പോലും നടന്നുകൊണ്ട് മുഴുവൻ നേരം ജപമാല ചൊല്ലുവാൻ, രാവും പകലും ജപമാല ചൊല്ലി എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് വീട്ടിലുള്ളവരും എല്ലാവരും ചൊല്ലി പ്രാർത്ഥിച്ച് ആ കൊച്ചിനെ 2 പ്രാവശ്യം ഇൻക്യുബേറ്ററിലൊക്കെ വെച്ചാണ്. എന്നാണെങ്കിലും കൊച്ചും സുഖപ്പെട്ടു, ഡെലിവറി ആയി. ഇതുപോലെ തന്നെ 2 ദിവസത്തെ കണ്ടിന്യൂസ് വേദന സഹിച്ച് ഡെലിവറി ആയി. ഇപ്പം കൊച്ചിന് ഒരു 9 മാസം പ്രായമായിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ ജപമാലയുടെ ഒരൊറ്റ ശക്തി കൊണ്ടാണ് പിന്നെ രക്ഷപ്പെട്ട് അവളിപ്പം മിടുക്കിയായിട്ടിരിക്കുന്നു. എൻ്റെ പഠനകാലത്ത് ഞാൻ കോളേജിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ 4 ഫ്രണ്ട്സാണല്ലോ, ഗേൾസ്. ബോയ്സ് കുറേ മുൻപിലങ്ങ് പോകുന്നുണ്ട്. പക്ഷേ നമുക്കവരെ അടുത്തെത്താൻ പറ്റത്തില്ലാത്ത, നമ്മൾ ഓർക്ക് വിളിച്ചാലും കേൾക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊരു ആക്രമണം ഞങ്ങൾക്ക് നേരിട്ടു. അപ്പോൾ ഈ ജപമാല എപ്പോഴും കുഞ്ഞു പ്രായം മുതൽ ഞാൻ 4 മണിക്ക് മുതൽ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ജപമാല കയ്യിലുണ്ട്, മുഴുവൻ നേരം ബസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ജപമാല ചൊല്ലിയാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. ആ സമയത്തും ഈ ജപമാല ചൊല്ലിയാണ് പോകുന്നത്. തിരിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ബോയ്സ് കുറച്ച് മുൻപിലുണ്ട്, ഗേൾസ് ഞങ്ങൾ 4 പേര് നടന്നു പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊരു ആക്രമണം ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ഈ ജപമാലയൊന്നും അറിയില്ല, അവർ മറ്റ് മതസ്ഥയിലുള്ളവരാണെങ്കിലും ഞാനിത് ചൊല്ലിക്കാണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഈ അമ്മയുടെ സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനത്തെയുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അമ്മ എനിക്ക് നല്ല പവർ തന്നു. ഉള്ളിൽ പേടിയുള്ള ആളാണ്. പക്ഷേ ഈ അമ്മ നൽകിയ, ഞങ്ങളുടെ എൻ്റെ ഇടവക ലൂർദ് മാതാവിൻ്റെ ഇടവകയാണ്. അപ്പം ചെമ്പേരി മാതാവേ, ലൂർദ് മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ നിൻ്റെ സംരക്ഷണം ഇപ്പം എനിക്ക് വേണം, നിൻ്റെ മകന് വേണ്ടിയുള്ളവളാണ് ഞാൻ, നിൻ്റെ മകന് വേണ്ടി നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ഒരൊറ്റ നോട്ടം നോക്കി. ആ നോട്ടത്തിൽ അവിടെ നോക്കി നിന്നു. അവർ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് വരെ ഞാൻ നോക്കി നിന്നു. അതോടെ അവർ പിന്തിരിഞ്ഞു പോയി.
അപ്പോൾ ഈ ജപമാല ഒറ്റ ഒരെണ്ണം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അന്നേരം ബാക്കിയുണ്ടായിരുന്ന കുട്ടികളെല്ലാം എന്നെ വിട്ട് ഓടിപ്പോയി പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ എൻ്റെ കൂടെ ഈ ജപമാലയും അമ്മയും അമ്മയുടെ മകനും ഔസേപിതാവും എല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയാണ് എന്നെ രക്ഷിച്ചത്. ഇങ്ങനെ ആ ഒരു വലിയ ഇതിൽ നിന്ന് ഈ ജപമാല എന്നെ രക്ഷിച്ചു. അതുപോലെ തന്നെ അതിന് ശേഷം വീണ്ടും പഠനമെല്ലാം കഴിഞ്ഞ് സിസ്റ്ററായതിന് ശേഷവും ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നും ഈ ജപമാല ഭക്തിയിൽ എന്നെ കൊച്ചു പ്രായം മുതൽ വളർത്തിയത് കൊണ്ട് എനിക്ക് എല്ലാത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഈ ജപമാല ഭക്തി, അമ്മയുടെ സംരക്ഷണം, ജപമാലയുടെ സംരക്ഷണം, അമ്മ ഈശോയെയും സകല വിശുദ്ധരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അപ്പോൾ തീപ്പന്തം പോലെയുള്ള ഈ നോട്ടവും ഈ സംസാരവും ഒക്കെ അവരെ ഭീഷണിപ്പെടുത്തുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെയല്ല, എന്നിലൂടെ കടന്നു പോകുന്ന എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നവർക്കും ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസിനും എൻ്റെ വർക്കേഴ്സിനുമൊക്കെ ഈ ഇങ്ങനെയുള്ള എൻ്റെ പ്രാർത്ഥന ഒത്തിരി സഹായകമായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥന അങ്ങോട്ട് വളരെ വിശ്വാസത്തോടെയും തീക്ഷ്ണതയോടെയും ആഞ്ഞടിക്കുമ്പോൾ യാതൊരു നാരകീയ ശക്തികൾക്കും നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല. അവർക്ക് പിന്തിരിഞ്ഞോടാൻ മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ജപമാല ഭക്തിയെ പൈശാചിക ശക്തികൾ ഏറ്റവും പേടിക്കുന്ന ഒരു ശക്തിയാണ് ജപമാല ഭക്തി. ഈ ജപമാല ഭക്തി മാത്രമാണ് എനിക്ക് എന്നും ഇന്നും ജീവിതത്തിലുടനീളം എൻ്റെ സംരക്ഷണമായിട്ടുള്ള ഒരു കോട്ടയായിട്ടുള്ളത്. ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ജപമാല ഭക്തി പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു പ്രേക്ഷിതയായിട്ട് ഈ ജപമാലയിലൂടെ സഹായം നൽകുവാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവത്തിനും എൻ്റെ സഭയ്ക്കും തിരുസഭയ്ക്കും എല്ലാം ഞാൻ നന്ദിയുള്ളവളാണ്.